മലബാർ കലാപത്തെ കുറിച്ച് എം ഗംഗാധരൻ എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിൽ. ഒറ്റ സെക്കൻഡ്, താങ്കൾ എം ഗംഗാധരനെ കോട്ട് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത്. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. പക്ഷിയാ കേട്ടിട്ടില്ലേ? ഒട്ടക പക്ഷി. ഒരൊറ്റ സെക്കൻഡ്, അങ്ങ് എം ഗംഗാധരനെ കോട്ട് ചെയ്ത് എനിക്ക് എം ഗംഗാധരന്റെ പുസ്തകമാണ്. അങ്ങനെ വേണ്ട, എല്ലാവരും സർവ്വസന്നാളോടുകൂടി ഞാനും വന്നിരിക്കുന്നത്. തർക്കമാണെങ്കിൽ അങ്ങ് അട്ടം വരെ തർക്കിക്കാനിരിക്കല എന്റെ മര്യാദ. ഞാൻ എം ഗംഗാധരനെ കോട്ട് ചെയ്തുകൊണ്ട് അല്ല, ഇത് അദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയ പുസ്തകമാണ്. ഞാൻ വായിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ അല്ലല്ലോ എം ഗംഗാധരൻ ഞാൻ വായിച്ച പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ കലാപക്കാർ വ്യവസ്ഥാപിതമായി മതം മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. എം ഗംഗാധരനെ കോട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പുസ്തകം ഒന്ന് റെഫർ ചെയ്യാൻ ഒരു അവസരം വേണ്ടേ? ഞാനൊന്ന് സംസാരിക്കട്ടെ. താങ്കൾ പറഞ്ഞല്ലോ എം ഗംഗാധരൻ മതം മാറ്റത്തെ കുറിച്ച് പറഞ്ഞ കാര്യം. ഹമീദ് ചേന്ദമംഗളൂർ നിൽക്കട്ടെ, എം ഗംഗാധരന്റെ കാര്യമല്ലേ പറഞ്ഞു കൊടുത്തത്? അദ്ദേഹമല്ലേ ചരിത്രകാരൻ? ഹമീദ് ഡോക്ടർ എം ഗംഗാധരൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നു. പുസ്തകം ഡേറ്റ് അല്ല, പേജ് കൊടുത്തിരിക്കുന്നു. ഹമീദ് ചേന്ദമംഗളൂർ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ആരും കോട്ട് ചെയ്യേണ്ട കാര്യമില്ല. പുസ്തകം എന്റെ കയ്യിൽ ഇരിക്കല്ലേ? പറയുന്നത് കേൾക്കൂ. അല്ല, ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. അല്ല, ഞാൻ അങ്ങോട്ട് പറയുന്നത് അങ്ങ് കേൾക്കൂ. താങ്കൾ പറയുന്ന പുസ്തകം അതിന്റെ പേജ് നമ്പർ നോക്കണ്ട, എന്റെ കയ്യിൽ ഇരിക്കല്ലേ ഇതാ പുസ്തകം. അതാ പറഞ്ഞ നിങ്ങളൊരു കാര്യം ചെയ്യോ. അപ്പൊ ഞാൻ വായിക്കാതെ ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേ. താങ്കൾ ആ പുസ്തകത്തെ കോട്ട് ചെയ്തപ്പോ ആ പുസ്തകത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയണ്ടേ? അത് വായിച്ചു നോക്കിട്ട്. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ പറയുന്നു. നിങ്ങളെ ഞാനൊന്ന് പറയട്ടപ്പാ. ഞാൻ ഹമീദ് ചേന്ദമംഗളൂർ എഴുതിയിട്ടുള്ള ലേഖനത്തെ കുറിച്ചാണ് പറയുന്നത്. എം ഗംഗാധരന്റെ കാര്യം പറഞ്ഞു. നിങ്ങൾ അതും നിന്റെ സ്വഭാവം ഓന്തിന്റെ പോലെയാണ്, എപ്പോഴാണ് മാറുന്നെന്ന് പറയാൻ പറ്റില്ല. ഒന്നും പറയരുത്. ഹമീദ് ചേന്ദമംഗളൂർ എഴുതിയിട്ടുള്ള ലേഖനം, ആ ലേഖനമാണ് എന്റെ കയ്യിൽ. മണിക്കരുടെ മലബാർ കലാപം ഞാനൊന്ന് വായിക്കട്ടെ, ഞാനൊന്ന് പറയട്ടപ്പാ. സമയമില്ലാന്ന് മലബാർ കലാപം എന്റെ സമയം മുഴുവൻ നിങ്ങൾ ഗംഗാധരനെ മിസ്കോട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അതൊരു ആങ്കറുടെ ജോലിയല്ലേ സംസാരിക്കണ്ടേ? അല്ലല്ലോ, അല്ല അതിലർത്ഥമില്ല. അങ്ങോട്ട് പോകണ്ടോ? വീഴ്ചയിൽ ഇളയപ്പൻ എന്തോ പറ്റി. അതടുത്ത വീഴ്ചയിൽ ശരിയായിക്കൊള്ളു. അങ്ങനെയല്ല ശ്രീഗോപാലകൃഷ്ണൻ, താങ്കൾ ഏത് പുസ്തകത്തെ ശരിയായി ഉദ്ധരിച്ചാലും ഞാൻ ഇടപെടില്ല. പക്ഷേ താങ്കൾ എം ഗംഗാധരനെ മിസ്കോട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറയുന്നത് എന്താ, പുസ്തകം എന്റെ കയ്യിലുണ്ട്, ഞാനത് വായിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ സ്വന്തമായ എന്തെങ്കിലും അഭിപ്രായം പറയാന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാനാണ് ഞാൻ പറഞ്ഞത്. താങ്കളല്ലേ എം ഗംഗാധരന്റെ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് എം ഗംഗാധരൻ ചരിത്രകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്? അപ്പൊ അതല്ല, വേറെയാണ് കാര്യം. ഞാൻ പറയുമ്പോൾ വീട്ടിൽ പോയി പറഞ്ഞാൽ ശരിയാവും. നിങ്ങളത് വീട്ടിൽ വീട്ടിലല്ല, താങ്കളാണ് ആ കാര്യം പറഞ്ഞത്. താങ്കൾ പറഞ്ഞാൽ എനിക്കതിന് മറുപടി പറയണ്ടേ? എം ഗംഗാധരന്റെ പുസ്തകത്തിലെ ഒരു സബ് ഹെഡിങ് തന്നെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ എന്നാണ്. ആ കാര്യത്തെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എം ഗംഗാധരൻ എന്താണ് എഴുതിയത് എന്ന് വെർബാറ്റിം വായിക്കാൻ എന്നെ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ. എം ഗംഗാധരൻ പറഞ്ഞത് വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ വ്യവസ്ഥാപിതമായ മതം മാറ്റം നടന്നിട്ടുള്ളൂ എന്നാണ്. ആ സ്ഥലങ്ങളുടെ പേരും അദ്ദേഹം പറയുന്നുണ്ട്: പൂക്കോട്ടൂർ, മേൽമുറി, ഊർങ്ങാട്ടിരി, അരീക്കോട് പ്രദേശങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കൂ. ഇവിടെ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, മാപ്പിള ലഹളയിൽ മതം മാറ്റം നടന്നിരിക്കുന്നു. മാപ്പിള ലഹളയിൽ ശരീഅത്തിന്റെ പേരിൽ ശരീഅത്ത് രാജ് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ എവിടെയാ മതപരിവർത്തനം? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ എവിടെയാ ശരീഅത്ത് രാജ്? പോക്കൂട്ടൂർ കലാപത്തെ പറ്റി പറഞ്ഞല്ലേ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്യുന്നത്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്. വാര്യംകുന്നൻ എന്ന് പറയുന്ന ഇവിടെ നമ്പൂതിരിപ്പാട് പണ്ട് പറഞ്ഞിട്ടുണ്ട് 4 ലക്ഷം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ആ മേഖലയിൽ. എന്നിട്ട് എത്ര പേരെ മതം മാറ്റിയത്? അതിനുശേഷം ആര്യ സമാജം വന്ന് പുനർമത പരിവർത്തനം, റീകൺസർവേഷൻ നടത്തിയല്ലോ.
അതിൽ എത്ര പേരുണ്ടായിരുന്നു? അപ്പോൾ ഇതൊക്കെ കണക്കുകളാണ്. പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്, പിന്നെ കാണാം.